Ready? Okay. Hello friends, welcome back to a new video. ഇന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ ഒരു ചെറിയ കാര്യം പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് നമ്മൾ ചായ ഉണ്ടാക്കുക? ആദ്യം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കും, പിന്നെ നമ്മൾ പാത്രത്തിൽ വെള്ളം വെക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ പൊടി പഞ്ചസാര ചായപ്പൊടി പഞ്ചസാര ഒക്കെ ഇടും, പിന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കും. ഇങ്ങനെയാണ് നമ്മൾ ചായ ഉണ്ടാക്കുക. പക്ഷേ ഇനിയിപ്പോൾ അതിന് പകരം നമ്മൾ ആദ്യം പാത്രം വെച്ച് പൊടി ഫസ്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കുറേ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചായ ആകുമോ? നല്ലൊരു ചായ കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റവ് ഒന്ന് ഓൺ ആക്കാണ്ട് നമ്മൾ വെറുതെ പാത്രത്തിൽ പൊടിയും വെള്ളവും പഞ്ചസാര ഇട്ട് നല്ലൊരു ചായ കിട്ടുമോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ചായ ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, ഒരു രീതിയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലേ? അപ്പം നിങ്ങളിവിടെ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ ഇവിടെ ചായന്റെ കേസൊക്കെ പറയുന്നതെന്ന്. ഓക്കെ, അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ വർക്ക്ഔട്ടിന്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചായന്റെ കേസാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു പാറ്റേൺ, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ബേസിക് സ്ട്രക്ചർ. ഓക്കെ, അതായത് വർക്ക്ഔട്ട് നമ്മളൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ പോണില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് വാമപ്പ് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പം ഫുട്ബോളോ ക്രിക്കറ്റോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും, സ്വിമ്മിങ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അധികം ആൾക്കാരും ചെയ്യുക നേരെ പോവുക ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യാണ് പതിവ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓക്കെ, അത് മാക്സിമം നമ്മുടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതിനാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ലൈക്ക് നമ്മുടെ ബോഡി എപ്പോഴും എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു 5 to 10 മിനിറ്റ്സ് എടുത്ത് നിങ്ങളുടെ ഹെഡ് ടു ടോ, തല മുതൽ കാല് വരെ എല്ലാ ജോയിൻസും നിങ്ങൾ നിർബന്ധമായും ഒരു 3 മുതൽ 5 റിപ്പീറ്റേഷൻസ് മിനിമം അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം അത് നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഡു യുവർ വർക്ക്ഔട്ട്. നിങ്ങൾ എന്താണോ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് ചെയ്യുക. പല ആൾക്കാർ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഗോൾ അനുസരിച്ച്, അവരുടെ ഏജ് അനുസരിച്ച്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട് ആയിരിക്കും ചെയ്യുക. ചില ആൾക്കാർ ഗെയിംസ് എന്തെങ്കിലായിരിക്കും, ലൈക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചില ആൾക്കാർ വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും. ചില ആൾക്കാർ ഡാൻസ് വർക്ക്ഔട്ട് ആയിരിക്കും ചെയ്യുക. ചില ആൾക്കാർ യോഗ ആയിരിക്കും ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വർക്ക്ഔട്ടാണോ ഉള്ളത് ഈ വാമപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത് ചെയ്യേണ്ട സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾ എന്ത് വർക്ക്ഔട്ടാണോ ചെയ്യുന്നത് ആ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് തേർഡ് വൺ, നിങ്ങളിപ്പം വാമപ്പ് കഴിഞ്ഞു, നിങ്ങളെ വർക്ക്ഔട്ട് ഇപ്പം എന്ത് വർക്ക്ഔട്ട് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ആക്ടിവിറ്റി കഴിഞ്ഞോ അത് കഴിഞ്ഞു. ഓക്കെ, ആൻഡ് തേർഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വരുന്നത് വാം ഡൗൺ. നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് ആ ഒരു പീക്ക് ലെവൽ, നിങ്ങളിപ്പം എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ ഒരു 0 ലെവലിനായിരിക്കും നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലേക്ക് പീക്ക് ലെവലിലേക്ക് പോവാം. അതേ ലെവലിൽ തന്നെ നിങ്ങൾ വാം ഡൗൺ ആയിട്ട് വേണം നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം വിടാൻ. ലൈക്ക് നിങ്ങളുടെ ഒരു ബോഡി വാം ഡൗൺ എന്ന് വെച്ചാൽ എല്ലാ പോർഷൻസിലേക്കും ലൈറ്റ് സ്ട്രെച്ചിങ് ആക്ടിവിറ്റീസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് 3 സ്റ്റെപ്സ് പറഞ്ഞത്. ഫസ്റ്റ് വൺ നിങ്ങൾ ഓർക്കുക, വാമപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ നിങ്ങളുടെ വർക്ക്ഔട്ട് ചെയ്യുക, വാട്ട് എവർ ഇറ്റ് മേ ബി. ആൻഡ് തേർഡ് വൺ നിങ്ങൾ ചെയ്യേണ്ടത് വാം ഡൗൺ അല്ലെങ്കിൽ കൂൾ ഡൗൺ പ്രോസസ്. ഓക്കെ, ഈ ഒരു 3 സ്റ്റെപ്സ് ആണ് ഞങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ പോയത്. സോ ഞങ്ങൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ അവർ എന്തായാലും ഫോളോ ചെയ്യണം. നമുക്കിപ്പം വയറ് കുറയ്ക്കണം, അല്ലെങ്കിൽ തടി കുറയ്ക്കണം, ഇത്ര പെട്ടെന്ന് 10 ദിവസം കൊണ്ട് തടി കുറയ്ക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിന് മുമ്പ് ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് അങ്ങനെയുള്ള വർക്ക്ഔട്ടിലേക്ക് നമ്മൾ കടക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യാം 3 കാര്യങ്ങൾ. സോ ഹോപ്പ് യു all enjoyed this video. So stay safe, stay healthy.